ഹായ്. ഇന്ന് IRCTCയുടെ റെയിൽ വൺ എന്ന് പറഞ്ഞൊരു ആപ്പിനെ കുറിച്ച് പറയാമെന്ന് വിചാരിച്ചു. അത് ഇപ്പം ഞാനെന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ ആഴ്ചയും ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്, ട്രെയിനിൽ ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. അപ്പം എന്നെപ്പോലുള്ളവർക്കും അല്ലെങ്കിൽ വല്ലപ്പോഴും യാത്ര ചെയ്യുന്ന അവർക്കും ഉപയോഗപ്പെടുന്ന ഒരു ആപ്പാണ്. ഇതിപ്പോൾ ഇറങ്ങിയിട്ടിപ്പോൾ കുറച്ച് നാളായിട്ടേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ പേർക്കും അറിയായിരിക്കും, പിന്നെ അറിഞ്ഞുകൂടാത്ത കുറച്ച് പേർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഞാൻ എല്ലാ ആഴ്ചയും ചെന്നൈ ട്രിവാൻഡ്രം യാത്ര ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ടിക്കറ്റ് റിസർവേഷന് വേണ്ടിയിട്ട് റെയിൽ കണക്ട് യൂസ് ചെയ്യുമായിരുന്നു. പിന്നെ ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫുഡ് ഓൺ ട്രാക്ക്, പിന്നെ വല്ലപ്പോഴും ഒരു ജനറൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് UTS എന്നുള്ള ആപ്പും യൂസ് ചെയ്യുമായിരുന്നു. പിന്നെ പ്ലാറ്റ്ഫോം ടിക്കറ്റിന് വേറെയും ഒരു ആപ്പ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. റെയിൽ വൺ ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും കിട്ടും. ഇപ്പോൾ ഞാനിത് പ്ലേ സ്റ്റോറിൽ നിന്നാണ് എടുക്കുന്നത്. റെയിൽ വൺ എന്ന് സെർച്ച് ചെയ്താൽ മതി, അപ്പോൾ തന്നെ ആ റെയിൽ വൺ കിട്ടും. അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ മെയിൻ സ്ക്രീൻ വരും. ഇതിനകത്തേക്ക് നമ്മൾ ലോഗിൻ ചെയ്യുന്നത്, ഞാനിപ്പോൾ പറഞ്ഞില്ലായിരുന്നു, എനിക്ക് വേറെയും ആപ്പുകളുണ്ടായിരുന്നു IRCTCയുടെ തന്നെ. അപ്പം റെയിൽ കണക്റ്റിൻ്റെ സെയിം ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് ഞാൻ ഇതിനകത്ത് ലോഗിൻ ചെയ്തത്. അപ്പം നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ്, ആ റെയിൽ കണക്റ്റിനുള്ള ഫുൾ ഡീറ്റെയിൽസും ഇതിനകത്തോട്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. അപ്പം നമ്മൾ മെയിൻ സ്ക്രീൻ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പാസ്വേഡ് ചേഞ്ച് ചെയ്യാം, അക്കൗണ്ട് ഡീറ്റെയിൽസ് അറിയാം, ബയോമെട്രിക് ഓൺ ആക്കണമെങ്കിൽ ബയോമെട്രിക് ഓൺ ആക്കാം. ഇതിനകത്ത് മെയിൻ സ്ക്രീനിൽ തന്നെ, ഹോം സ്ക്രീനിൽ തന്നെ നമുക്ക് റിസർവേഷൻ, പിന്നെ അൺറിസർവ്ഡ്, പ്ലാറ്റ്ഫോം എല്ലാം ടിക്കറ്റും ചെക്ക് ചെയ്യാൻ എടുക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ ഈ പറഞ്ഞ റെയിൽ കണക്റ്റിലുണ്ടായിരുന്ന ഒരുവിധമുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. ഞാനിത് മുന്നേ എടുത്തിട്ടിരുന്ന ടിക്കറ്റ്സ് ചെക്ക് ചെയ്യാം. പിന്നെ ആകെയുള്ളൊരു പ്രശ്നമെന്ന് വെച്ചാൽ ഇതിനകത്ത് ഇംഗ്ലീഷും ഹിന്ദിയും മാത്രമേ, 2 ലാംഗ്വേജസ് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ റെയിൽ വൺ എന്ന് പറയുന്ന ആപ്പിൽ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ആപ്പുകളൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അതായത് ഈ IRCTCയുടെ വേറെ ആപ്പുകളൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതെല്ലാം ഓട്ടോമാറ്റിക്കലി ഡിസേബിൾ ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഇത് ആ ആപ്പുകൾക്കെല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒറ്റ ആപ്പാണിത്. അപ്പോൾ ഞാനിതിൽ പറഞ്ഞതിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് പറയാം കേട്ടോ.